ഇന്നാണ് കമ്മീഷൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ തുടങ്ങിയത്. ഇന്ന് ഞാൻ വന്നു, പോലീസ് കമ്മീഷണറും കളക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പ്രിലിമിനറി ചർച്ച നടത്തി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി പരിക്ക് പറ്റി കിടക്കുന്ന രണ്ടുപേരെ കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സൈറ്റ് കാണാൻ വന്നതാണ്. അപകട സ്ഥലം വന്നു. ഇപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ട രീതിയെല്ലാം എങ്ങനെയൊക്കെ സംഭവിച്ച് കാണും എന്നുള്ളതെല്ലാം പോലീസ് കമ്മീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. കളക്ടറും പോലീസ് കമ്മീഷണറൊക്കെ അന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനും കൂടുതൽ തെളിവെടുക്കാനും ആശുപത്രി വിട്ട് പോയവരിവിടെ ഉണ്ടായിരുന്നവർ, ജോലി ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വേണം സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ. അവർക്ക് മാത്രമേ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇവിടെ എന്നാ അന്നേരം നടന്നേ, ഇവിടുത്തെ സംഭവവികാസം എന്തൊക്കെയാണ്, ഏത് രീതിയിൽ ഇവിടെ പ്രവർത്തനം നടത്തി, ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരെല്ലാവരും പലരും ആശുപത്രിയിലായിരുന്നു. അവരിൽ മജോറിറ്റി സർവൈവ് ചെയ്തു. ഇപ്പോൾ 43 പേരുണ്ടായിരുന്നാണ് കളക്ടർ പറയുന്നത്. അതിൽ 27 പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അവരുടെ കണ്ടീഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക്, ഒരു ലേഡിക്ക് കാലിന് മാത്രമേ പരിക്കുള്ളൂ. അവർ കുറച്ചൊക്കെ വിവരിച്ച് തന്നു എൻ്റെ അടുത്ത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ കമ്മീഷൻ എൻക്വയറി ചെയ്യണത് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടും. എന്തിനെക്കുറിച്ചുള്ള കമ്മീഷൻ, എന്തിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് കൊടുക്കണം, ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കമ്മീഷനിൽക്കൂടെ, അതൊക്കെ നോക്കി വേണം എൻക്വയറി, ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ എൻക്വയറി നടത്താൻ. അപ്പോൾ ആ എൻക്വയറി നടത്തുന്നതിന് മുമ്പ് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ എല്ലാം കണ്ടീഷൻ, ഇപ്പോൾ കളക്ടർ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്ത കാര്യമെല്ലാം ഇന്നിപ്പോൾ തന്നെ വെരിഫൈ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്ന ആളിന് കിട്ടിയോന്ന്. അപ്പം ഇവരുടെ എല്ലാം ഡീറ്റെയിൽസും ഡേറ്റായും പോലീസിൻ്റെ മഹസർ റിപ്പോർട്ടും എല്ലാം റെക്കോർഡിലുണ്ട്. അതുകൂടാതെ ഞാനൊന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ണതിലുപരിയായിട്ട് എന്നെക്കാളും സാങ്കേതികമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് മഹസർ പ്രിപ്പയർ ചെയ്തതെല്ലാം. അപ്പം ഇവരെ എല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരെയും വിളിപ്പിക്കും, അവരെ എല്ലാം കേൾക്കും, എന്നിട്ട് നിജസ്ഥിതി മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കും. എന്തൊക്കെയാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ള കമ്മീഷനിൽ നിന്ന് എന്നുള്ളത് എനിക്കറിയില്ല. പലരും നിങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, വെടിക്കെട്ട് നിരോധിക്കണോ വേണ്ടോ എന്ന് ഗവൺമെൻറ് ചോദിക്കുമോ, വെടിക്കെട്ട് നിരോധിക്കാൻ ശുപാർശ ചെയ്യുമോ എന്ന്. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താവോ എന്ന് തന്നെ ആലോചിക്കും. അങ്ങനെ നടത്താമെങ്കിൽ പിന്നെ വെടിക്കെട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ എല്ലാ ആഘോഷങ്ങളുടെ ഭാഗമാണ് വെടിക്കെട്ട്. നമ്മുടെ എല്ലാ പൂരത്തിൻ്റെ എല്ലാം മാറ്റുകൂട്ടുന്നത് ഇതുപോലത്തെ വെടിക്കെട്ടും വെടിമരുന്ന് ഉപയോഗങ്ങളുമാണ്. അതുകൊണ്ട് അപകടരഹിതമായിട്ട് ഒരു വർണ്ണ കാഴ്ചയായിട്ട്, വെളിച്ചത്തിൻ്റെ കാഴ്ചയായിട്ട് വെടിക്കെട്ട് നടത്താൻ ഒക്കുമോ, സൗണ്ട് കുറച്ച്, അതുപോലെ വെടിമരുന്നിൻ്റെ ഉപയോഗം കുറച്ച്, അതിനെക്കുറിച്ചെല്ലാം നോക്കും. പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ദേവസ്വങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ ദേവസ്വമാണല്ലോ വെടിക്കെട്ടുകൾ നടത്തുന്നത്. അവരില്ല അപകടത്തിൽപ്പെട്ട വെടിക്കെട്ടുകാരുടെ ദേവസ്വക്കാരെ കേൾക്കും. അങ്ങനെ ദേവസ്വം ബോർഡുകൾ, അതുപോലെ മതസ്ഥാപനങ്ങൾ, വെടിക്കെട്ട് നടത്തുന്ന മതസ്ഥാപനങ്ങൾ, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പം പൊതുവെ സ്വീകാര്യമായ ഒരു തീരുമാനങ്ങളായിരിക്കും കമ്മീഷൻ എടുക്കുന്നത്. അതേസമയത്ത് സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് സർക്കാരിൽ സമർപ്പിക്കും. സാധാരണ ഒരു കമ്മീഷനൊക്കെ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കോടതി പോലെ തന്നെ നോട്ടീസ് അയച്ച് കേൾക്കാനും വിസ്തരിക്കാനുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് സാധാരണ ഒരു 6 മാസം സമയമാണ് തരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 6 മാസമാണ്. 6 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുമായിരിക്കും. അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തൃശ്ശൂർ വരേണ്ടി വരുമായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ അപകടത്തിൽ പെട്ടുന്നവരെ കണ്ട് ഇതിലെ ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി തരുന്നവർ, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ പ്രധാനമായിട്ടുള്ള. ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരോട് സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യാൻ വന്നു എന്നല്ലാതെ അവർക്കൊന്നും എന്നാ സംഭവിച്ചതെന്ന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, ഒരു സ്പാർക്ക് ഉണ്ടായതായിട്ട് കേട്ടതായിട്ട് ആരോ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കമ്മീഷൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ആ ആളെ കണ്ടിട്ടില്ല, ആളോട് തന്നെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടൊന്നും വെച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ നോക്കിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഈ പരിക്ക് പറ്റി ആശുപത്രി കിടന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയവരുണ്ട്. അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. പിന്നെ ദേവസ്വമില്ലേ, ദേവസ്വത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ദേവസ്വം മാനേജ്മെൻറ്റിന് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അവരെയും കേൾക്കും.